നമ്മൾ കഴിഞ്ഞ ദിവസം തേർഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത മെഷീൻ ഡിപ്പെൻഡൻറ്റ് അസംബ്ലർ ഫീച്ചേഴ്സ് ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന മെഷീൻ ഇൻഡിപെൻഡൻറ്റ് അസംബ്ലർ ഫീച്ചേഴ്സ്. ഇവിടെ അതിലെ ഫീച്ചറിൽ പല ഫീച്ചേഴ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ഫീച്ചർ ആണ് നമ്മൾ പറയുന്നത് ലിറ്ററൽ എന്ന് പറയും. ലിറ്ററൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈക്വൽ എന്ന് പറയുന്ന സിമ്പിൾ കഴിഞ്ഞ് എന്തേലും കോൺസ്റ്റന്റ് പറയുകയാണെങ്കിൽ അതിനെയാണ് ലിറ്ററൽ എന്ന് പറയുന്നത്. കണ്ടോ? ഹലോ. അപ്പം സാധാരണ നമ്മള് ഈ ഒരു ഇൻസ്ട്രക്ഷനിലൊക്കെയാണ് STL എന്തേലും ഒരു ലേബല് അല്ലെങ്കിൽ LDA ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് വഴി നമ്മൾ വാല്യൂസ് ഡയറക്ട്ലി സ്റ്റേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഇവിടെ എല്ലാം നമ്മൾ ഇങ്ങനെയായിരുന്നു ഇതുവരെ ഡിസ്കസ് ചെയ്തത്. പക്ഷെ മെഷീൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫീച്ചറായ ലിറ്ററലില് നമ്മൾ പറയുന്നത് LDA ഈക്വൽ കഴിഞ്ഞ് ഈ C എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ അക്യുമുലേറ്ററിലോട്ട് ലോഡ് ചെയ്യാൻ പോകുന്ന ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ്. ആ ക്യാരക്ടർ കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് എൻഡ് ഓഫ് ഫയൽ എന്ന് പറയുന്നത് EOF. ഇവിടെ 3 ക്യാരക്ടർ ആയതിന്റെ 3 ബൈറ്റ് ഓപ്പറന്റ് ആണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. ഈ പറയുന്ന ടെസ്റ്റ് ഡിവൈസ് TD. അപ്പം ഏത് ഡിവൈസ് ആണോ ടെസ്റ്റ് ചെയ്യണ്ടേ അതിന്റെ ആ ഇൻപുട്ട് ഡിവൈസിനെ ഐഡന്റിഫൈ ചെയ്യുന്ന നമ്പർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഹെക്സാഡെസിമൽ വാല്യൂ ആയിട്ടാണ് ഡിവൈസ് നമ്പർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ X എന്ന് പറയുന്ന ക്യാരക്ടർ കൊടുത്തിരിക്കുന്നത് പ്രിഫിക്സ് ആയിട്ട്. അതില് സിംഗിൾ കോട്സിൽ വാല്യൂ സ്പെസിഫൈ ചെയ്തിരിക്കുന്നു. ഈ ലിറ്ററലിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രക്ഷന്റെ പാർട്ടായിട്ട് നമ്മൾ കോൺസ്റ്റന്റിന്റെ വാല്യൂ സ്പെസിഫൈ ചെയ്യുക. അതാണ് ലിറ്ററൽ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഇവിടെ ലിറ്ററൽ യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ലൈൻ നമ്പർ 250. അതുപോലെ ലൈൻ നമ്പർ 230 ഇതും ലിറ്ററൽ ആണ്. ഇത് റൈറ്റ് ഡേറ്റ ഏത് ഡിവൈസ് ആണോ അത് നമ്മൾ ഈക്വൽ കഴിഞ്ഞിട്ടുള്ള സിമ്പിൾ കഴിഞ്ഞ് നമ്മൾ ഇവിടെ ആ വാല്യൂ പറയുന്നു. ഇതാണ് ലിറ്ററൽ. അപ്പം ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിലും ഡേറ്റ തന്നെയല്ലേ സ്പെസിഫൈ ചെയ്യുന്നെന്ന് പറയാം അല്ലെ. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡില് ഹാഷ് കഴിഞ്ഞ് നമ്മൾ വാല്യൂ ഡയറക്ട്ലി സ്റ്റേറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ഈ ലിറ്ററലിന്റെ കേസില് ഇവിടെ ഈക്വൽ കഴിഞ്ഞിട്ടും വാല്യൂ സ്റ്റേറ്റ് ചെയ്യാണ്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കൊരു ഡൗട്ട് വരും. ലിറ്ററല് നമ്മൾ വാല്യൂ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ യൂഷ്വലി ഈ വാല്യൂസ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിട്ട് മെമ്മറി ലൊക്കേഷനിൽ നിന്ന് നമ്മൾ ആക്സസ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. നമ്മൾ ഏതൊരു ഇൻസ്ട്രക്ഷനിലാണോ ആ ലേബല് നമ്മൾ അങ്ങ് സ്പെസിഫൈ ചെയ്യും ഓപ്പറന്റ് ഫീൽഡില്. ഇവിടെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡും ലിറ്ററലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡില് ഹാഷ് പറഞ്ഞാൽ വാല്യൂ ഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട്. ലിറ്ററലിന്റെ കേസിൽ ഈക്വൽ കഴിഞ്ഞ് വാല്യൂ പറഞ്ഞാലും നമ്മൾ ആക്ച്വലി ആ വാല്യൂ ഒരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ ആ ലൊക്കേഷൻ നമ്മൾ വേറൊരു ലേബിൾ വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പറയുന്ന ഇങ്ങനത്തെ ലിറ്ററൽസ് കണ്ടാൽ ഈ ലിറ്ററൽസ് എല്ലാം നമ്മൾ യൂഷ്വലി കളക്ട് ചെയ്ത് വെക്കുന്ന ആ സ്ഥലത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിറ്ററൽ പൂൾ എന്ന് വിളിക്കും. ഇനി യൂഷ്വലി ഈ ലിറ്ററൽസ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ ആക്ച്വൽ വാല്യൂ നമ്മൾ ഒരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്ന എവിടാന്ന് വെച്ചാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോഗ്രാമിലായിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഫിഗർ കാണാം. നമുക്ക് എവിടെയൊക്കെ ലിറ്ററൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഒരു ലിറ്ററൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ലിറ്ററൽ എവിടെ എൻഡ് ഓഫ് ദി പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമുക്ക് എൻഡ് ഓഫ് ദി പ്രോഗ്രാമിന് മുമ്പായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഏതാ? RSUB അല്ലേ?
കേൾക്കുന്നുണ്ടോ? RSUBയുടെ കറന്റ് ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ എത്ര? 1073 അല്ലേ? അപ്പം അടുത്തത് നമ്മള് ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ് നമ്മൾ എൻഡ് ഡയറക്റ്റീവ് ആണ് കാണുന്നത്. എൻഡ് എന്ന് പറയുന്നത് അസംബ്ലർ ഡയറക്റ്റീവ് ആണ്. അപ്പൊ ഈ പറയുന്ന RSUB എന്ന് പറയുന്നത് നമുക്ക് ഓപ്കോഡ് ആയോണ്ട് നമുക്ക് എന്തായാലും അതൊരു ഇൻസ്ട്രക്ഷൻ ആണെന്ന് മനസ്സിലായി. അപ്പം ലൊക്കേഷൻ എത്ര ലൊക്കേഷൻ എടുക്കും? 3 ലൊക്കേഷൻസ് എടുക്കും ആ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാൻ. അപ്പം ഈ 1073 നമ്മള് +3 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ലൊക്കേഷൻ കൗണ്ടറിന്റെ പുതിയ വാല്യൂ എത്രയാ? 1076. അപ്പം നമ്മൾ ഈ എൻഡ് ഡയറക്റ്റീവ് കണ്ടു കഴിഞ്ഞ് ലൊക്കേഷൻ കൗണ്ടറിന്റെ അടുത്ത വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് കിട്ടുന്ന നെക്സ്റ്റ് ഫ്രീ ലൊക്കേഷനിലോട്ടായിരിക്കും ഈ പറയുന്ന ലിറ്ററൽ സ്റ്റോർ ചെയ്യുക. ക്ലിയർ ആയോ? മനസ്സിലായോ? പറയുന്ന ലിറ്ററൽ നമ്മൾ ഡയറക്ട്ലി ആക്സസ് ചെയ്തിട്ടേ ഉള്ളൂ. ലേബൽ ഒന്നും യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ലേബൽ ഡെഫിനിഷൻ നമുക്ക് ഒഴിവാക്കാം. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി യൂഷ്വലി നമ്മൾ ഈ ലിറ്ററൽസ് സ്റ്റോർ അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോഗ്രാം ആണേലും നമുക്ക് വേറെ ഒരു സ്ഥലത്തും നമുക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാം വേറെ സ്ഥലത്തും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അസംബ്ലർ ഡയറക്റ്റീവ് ആണ് LTORG. ഇനി ഇതാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ ലിറ്ററൽ യൂസ് ചെയ്യുന്ന ലൈൻ നമ്പർ എത്രയാ? ലൈൻ നമ്പർ 45 കണ്ടോ? 45 നമ്മൾ ലിറ്ററൽ വരുന്നുണ്ട്. ഇനി എനിക്ക് ലിറ്ററൽ പൂള് ക്രിയേറ്റ് ചെയ്യണം. ഒരു സർട്ടൺ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് ലിറ്ററൽ പൂള് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? ലിറ്ററൽസ് ഓർഗനൈസ് ചെയ്ത് പറയാൻ വേണ്ടി LTORG എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യും. LTORG എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ LTORGക്ക് മുമ്പ് ഏതൊക്കെ ലിറ്ററൽസ് ഉണ്ടോ, അതായത് ഇപ്പൊ ഇവിടെ ഒരു ലിറ്ററൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ LTORGക്ക് തൊട്ട് മുന്നേ ആയിട്ട് എന്തൊക്കെ ലിറ്ററൽസ് ഉണ്ടോ, ഒന്നെങ്കിൽ ഫ്രം ദി സ്റ്റാർട്ടിങ് ഓഫ് ദി പ്രോഗ്രാം, ഇല്ലെങ്കിൽ ഈ LTORGക്ക് മുമ്പ് ഒരു പ്രീവിയസ് LTORG ഉണ്ടെങ്കിൽ ആ പ്രീവിയസ് LTORGക്കും ഈ LTORGക്കും ഇടയ്ക്കുള്ള ഏതൊക്കെ ലിറ്ററൽസ് ഉണ്ടോ അതെല്ലാം ഇവിടെ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യും. അപ്പം 002A എന്ന് പറയുന്നത് ഈ J എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്നു. J എന്ന് പറയുന്നത് ഓപ്കോഡ് ആയതിന്റെ അതിന് +3 ലൊക്കേഷൻസ് യൂസ് ചെയ്യും. 002D കിട്ടി, അവിടെ നമ്മൾ ഈ ലിറ്ററൽ സ്റ്റോർ ചെയ്യുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ 2 രീതിയിൽ നമുക്ക് ലിറ്ററൽ പൂൾസ് ക്രിയേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ യൂഷ്വലി അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോഗ്രാം ഈ ഒരു വേയില്, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഏതെങ്കിലും പ്രോഗ്രാമിന്റെ ഇടയിൽ നമുക്ക് ലിറ്ററൽസ് ആവശ്യം അനുസരിച്ച് ലിറ്ററൽ പൂൾസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യും. ഇനി നമ്മള് ലേബൽസ് എല്ലാം കളക്ട് ചെയ്ത് എവിടെ സ്റ്റോർ ചെയ്യുന്നേ? സിംടാബിൽ അല്ലേ? ഹലോ, ഈ പറയുന്ന ലിറ്ററൽസും നമുക്ക് സ്പെസിഫിക്കലി സ്റ്റോർ ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്ന ടേബിൾ ആണ് ലിറ്റ് ടാബ് എന്ന് പറയും, അല്ലെ ലിറ്ററൽ ടേബിൾ എന്ന് വിളിക്കും. കേട്ടോ, ലിറ്ററൽസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന ടേബിളിലാണ് ലിറ്റ് ടാബ് ഓർ ലിറ്ററൽ ടേബിൾ. അതിന്റെ അകത്ത് ലിറ്ററൽ നെയിം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യും, അതുപോലെ തന്നെ ഓപ്പറന്റ് വാല്യൂ, ഈ എൻഡ് ഓഫ് EOFന്റെ ഹെക്സാഡെസിമൽ വാല്യൂ ആണ് ഇത്. കേട്ടോ, അതിന്റെ ലെങ്ത് എത്രയാ? ഇവിടെ 3 ക്യാരക്ടേഴ്സ് അല്ലേ, ആ ലെങ്ത് 3. ഇനി ഇത്, ഹലോ കേൾക്കുന്നുണ്ടോ? ഒന്ന് ഹോൾഡ് ചെയ്യേ. ഭയങ്കര വേദനയാണോ തലയ്ക്ക്?
ഹലോ, കേക്കാവോ? അപ്പൊ നമ്മള് ഈ ലിറ്ററൽസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ നമ്മൾ ലിറ്ററൽ ടേബിൾ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിലെ ടേബിളിലെ കണ്ടന്റ്സ് ആണ് ഈ പറയുന്നത്. അപ്പൊ ഒന്ന് ലിറ്ററൽ നെയിം, അതായത് ഈക്വൽ കഴിഞ്ഞ് എഴുതുന്ന നമ്മൾ എന്താണോ ആ വാല്യൂ, അതാണ് നമ്മള്. ഓപ്പറന്റ് വാല്യൂ എന്ന് പറയുന്ന അതിന്റെ മെഷീൻ ഹെക്സാഡെസിമൽ വാല്യൂ. ഇനി ഇതിന്റെ ലെങ്ത് എത്രയാണ്, ഈ പറയുന്ന കോൺസ്റ്റന്റിന് എടുക്കുന്ന ലെങ്ത് 3. അഡ്രസ് നമ്മളിവിടെ ഈ പറയുന്ന ലിറ്ററലിന് നമ്മളിവിടെ ഇതല്ലേ അഡ്രസ് പറഞ്ഞ LTORG വെച്ച് യൂസ് ചെയ്തപ്പോ ഈ അഡ്രസ് അല്ലേ നമ്മൾ സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞേ, ആ അഡ്രസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഇനി ഇത് നമ്മളൊരു ഹാഷ് ടേബിൾ ഇട്ടാണ് അപ്പൊ നമ്മളിത് ഒരു ഹാഷ് ടേബിൾ ആയിട്ടാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഹാഷ് ടേബിളിൽ കീ ആയിട്ട് ഒന്നെങ്കിൽ ഈ പറയുന്ന ലിറ്ററൽ നെയിം യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഓപ്പറന്റ് വാല്യൂ യൂസ് ചെയ്യും. ഇതിലേതേലും ആയിരിക്കും കീ. അപ്പൊ നമുക്ക് അസംബ്ലറിന് 2 പാസസ് ഉണ്ടല്ലോ. അപ്പൊ ഈ ലിറ്ററൽസ് എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാണ് ഈ സ്റ്റെപ്പിൽ പറയുന്നത്. പാസ് 1 നമ്മള് ലിറ്റാബ് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ ലിറ്ററൽ നെയിമും ഓപ്പറന്റ് വാല്യൂം എൻറ്റർ ചെയ്യും. ഈ LTORG സ്റ്റേറ്റ്മെന്റ് കാണുമ്പോഴാണ് അസംബ്ലർ ലിറ്ററൽ ടേബിൾ ഉണ്ടോന്ന് സെർച്ച് ചെയ്യുന്നത്. ഇനി പാസ് 2 നമ്മൾ ഈ പറയുന്ന ഓപ്പറന്റ് അഡ്രസ് എന്ത് ചെയ്യും, യൂസ് ചെയ്യും ഈ പറയുന്ന കോൺസ്റ്റന്റ് ജനറേറ്റ് ചെയ്യാൻ. ഇനി അടുത്തത് മെഷീൻ ഇൻഡിപെൻഡന്റ് അസംബ്ലർ ഫീച്ചർ. ലിറ്ററൽസ് കഴിഞ്ഞു. ഇനി അടുത്ത ഫീച്ചർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന സിമ്പിൾ ഡിഫൈനിങ് സ്റ്റേറ്റ്മെന്റ്സ്. സിമ്പിൾ ഡിഫൈനിങ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതിൽ മെയിൻലി 2 എണ്ണാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഫസ്റ്റ് അസംബ്ലർ ഡയറക്ടറി എന്ന് പറയുന്നത് EQ. EQ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത്രേ ഉള്ളൂ. നമ്മള് ഒരു സിമ്പിളിന് മാക്സ്ലൻ എന്ന് പറയുന്ന വേരിയബിളിന് ഈക്വൽ എന്തായിരിക്കും അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഇതിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ EQU. ആ സിമ്പിൾ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, ഈക്വൽസ് ഒരു വാല്യൂ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. EQ കഴിഞ്ഞ് എന്ത് വാല്യൂ പറയുന്നു ആ വാല്യൂ ആണ് ഈ പറയുന്ന സിമ്പിള് മീൻ ചെയ്യുക. ക്ലിയർ ആയോ? EQ എന്താന്ന് മനസ്സിലായോ? EQന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞ ഇക്വേറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹലോ, ലേബൽ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടില്ലേ, മാക്സ്ലൻ എന്ന് പറയുന്ന ഒരു ലേബല്. അതെന്താണ് ഈ ഈക്വൽസ്, ഈ പറയുന്ന 2 ലേബലില് സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആയിരിക്കും മാക്സ് ലെങ്ത് എന്ന് പറഞ്ഞ. ക്ലിയർ ആയോ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി EQ വേറെ ചിലയിടത്തും യൂസ് ചെയ്യും. നമ്മൾ ഈ രജിസ്റ്റേഴ്സിന് നമ്പേഴ്സ് അസൈൻ ചെയ്യാൻ വേണ്ടി, അതായത് AEQ എന്ന് വെച്ചാൽ 0. അങ്ങനെ നമ്മൾ അതിനും നമ്മൾ യൂസ് ചെയ്യും. അതാണ് ഒരു സിമ്പിൾ ഡിഫൈനിങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇതിൽ വരുന്നത് അസംബ്ലർ ഡയറക്ടറി ORG. ORG എന്ന് വെച്ചാൽ നമ്മള് ORG കഴിഞ്ഞ ഒരു വാല്യൂ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ കൗണ്ടർ അല്ലേ, ഹലോ, ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ വിൽ ബി റീസെറ്റ് ടു ഈ വാല്യൂ. ORG കഴിഞ്ഞ് എന്തെങ്കിലും ഒരു വാല്യൂ പറയുകയാണെങ്കിൽ കറന്റ് ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി റീസെറ്റ് ടു ദി ORG കഴിഞ്ഞ് പറയുന്ന വാല്യൂ. കേട്ടോ, അതാണ് ORG. ഇത് രണ്ടുമാണ് സിമ്പിൾ ഡിഫൈനിങ് സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്നത്. It is used to indirectly assign values to symbols. അപ്പൊ അസംബ്ലർ
resets its location counter to the specified value കേട്ടോ. ആ സ്പെസിഫൈഡ് വാല്യൂ പറയുന്നത് ORG എന്ന് പറയുന്ന ഡയറക്ടറി കഴിഞ്ഞ ഒരു വാല്യൂ പറയും. ഈ വാല്യൂ ആണ് ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ ആയിട്ട് വരുന്നത്. ഇതാണ് രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇതൊന്നും നോക്കണ്ട. യൂഷ്വലി ഈ രണ്ടെണ്ണം എന്താന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് എക്സ്പ്രഷൻസ്. അപ്പം നമ്മള് പ്ലസ് മൈനസ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് ഫോം ചെയ്യാം. അരിത്തമെറ്റിക് എക്സ്പ്രഷൻസിൽ യൂഷ്വലി യൂസ് ചെയ്യുക ഈ സിമ്പിൾസ് ആണ്. ഇനി ഡിവിഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എപ്പോഴും ഒരു ഇന്റിജർ റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ 3/2 ആണ്, 3/2 ചെയ്യുകയാണെങ്കിൽ കോഷ്യന്റ് എത്രയാ 1. 1.2 ആയിരിക്കും, 1.0 എന്നായിരിക്കും നമ്മൾ ആക്ച്വൽ ഡിവിഷൻ പെർഫോം ചെയ്യുക. പക്ഷെ അതിന്റെ ഇന്റിജർ പാർട്ട് മാത്രമായിട്ട് എടുക്കുക. അതാണ് ഡിവിഷൻ പെർഫോം ചെയ്യുക. ഇനി എക്സ്പ്രഷൻസ് നമുക്ക് വേണമെങ്കിൽ കോൺസ്റ്റൻസ് ആവാം, യൂസർ ഡിഫൈൻഡ് സിമ്പിൾസ് ആവാം, അല്ലെ സ്പെഷ്യൽ ടേംസ് ആയിട്ട് നമ്മൾ എക്സ്പ്രഷൻസ് ഉണ്ടാക്കും. ഇനി എക്സ്പ്രഷൻസ് തന്നെ രണ്ട് രീതി പറയാം. ആബ്സല്യൂട്ട് എക്സ്പ്രഷൻസും റിലേറ്റീവ് എക്സ്പ്രഷൻസും. ഇനി നമുക്ക് മാക്സ്ലെൻ എന്ന് പറയുന്ന ഒരു വേരിയബിള്, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽസ് ബഫൻഡ് ആൻഡ് ബഫർ. ഇത് രണ്ടും ലേബിൾസ് ആയിരിക്കും. അത് എന്ന് പറയുന്ന റിലേറ്റീവ് ടേംസ്. അപ്പൊ ഈ എക്സ്പ്രഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു അബ്സല്യൂട്ട് വാല്യൂ, അത് രണ്ടും കൂടി, അതായത് ഇത് ആക്ച്വലി യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഇവിടെ കണ്ടോ? ഹലോ, മാക്സ്ലെൻ എന്ന് പറയുന്ന വേരിയബിൾ കണ്ടോ? ഇവിടെ ബഫൻ മൈനസ് ബഫർ അല്ലെ? ഇവിടെ ബഫൻഡ് എന്ന് പറയുന്നത് ഇതാണ് അഡ്രസ് അല്ലെ? ഇത് ബഫർ. ആ രണ്ട് ലേബലും കൂടി, ഇത് ലേബിൾസ് ആണ്. ഇതിന്റെ വാല്യൂ എന്താണോ അപ്പൊ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നത് എന്തായിരിക്കും? 1000 അല്ലേ? അപ്പൊ അതൊരു അബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും. മറ്റേത് രണ്ടും റിലേറ്റീവ് ടേംസ് ആയിരിക്കും കേട്ടോ. വലിയ കാര്യമുള്ള കാര്യങ്ങളൊന്നും അല്ല റിലേറ്റീവ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ ചിലപ്പം എപ്പോഴും ഇങ്ങനെ ഒന്നെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂസ് അല്ലെ ലൊക്കേഷൻസ് ആയിരിക്കും. ഇനി നമ്മൾ ഇതാണ് എക്സ്പ്രഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മൂന്നാമത്തെ മെഷീൻ ഇൻഡിപെൻഡന്റ് അസംബ്ലർ ഫീച്ചർ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുക, ഒന്നെങ്കിൽ മെഷീൻ ഇൻഡിപെൻഡന്റ് അസംബ്ലർ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? അതിന്റെ അണ്ടറിൽ ഫസ്റ്റ് വൺ ലിറ്ററൽസ് വരും, സെക്കൻഡ് സിമ്പിൾ ഡിഫൈനിങ് സ്റ്റേറ്റ്മെന്റ്സ് വരും, മൂന്നാമത് എക്സ്പ്രഷൻസ്, നാലാമത് പ്രോഗ്രാം ബ്ലോക്സ്, അഞ്ചാമത് വരുന്നത് കൺട്രോൾ ബ്ലോക്ക്, കൺട്രോൾ സെക്ഷൻ എന്ന് പറയും. കൺട്രോൾ സെക്ഷൻ. ഇത്രയുമാണ് മെഷീൻ ഇൻഡിപെൻഡന്റ് അസംബ്ലർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം കേട്ടോ. ഇതിൽ ഓരോ ഫീച്ചറും സെപ്പറേറ്റ്ലി എടുത്ത് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. നമുക്ക് അടുത്തത് പ്രോഗ്രാം ബ്ലോക്ക് എന്താന്ന് നോക്കാം. ഇതുവരെയുള്ള മനസ്സിലായില്ലേ? ഇനി പ്രോഗ്രാം ബ്ലോക്സ് എന്താന്ന് പറയാം. നമ്മുടെ ഒരു സോഴ്സ് പ്രോഗ്രാമിനെ ലോജിക്കലി നമ്മൾ പല ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ ലോജിക്കലി ഡിവൈഡ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോഗ്രാം ഉണ്ടാവും, പിന്നെ അതുപോലെ സബ് റൂട്ടീൻസ് ഉണ്ടാവും, പിന്നെ നമ്മൾ കുറെ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി കുറച്ച് ഏരിയാസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോർഷനെ നമുക്ക് ഡേറ്റ ഏരിയാസ് എന്ന് പറയാം. അതായത് നമ്മുടെ ഇവിടെ ഒരു ഗിവൺ പ്രോഗ്രാം ആണ്. ഈ പറയുന്ന പ്രോഗ്രാമില് നോക്കുക, സെയിം എക്സാമ്പിൾ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നോക്കുക, പ്രോഗ്രാം നമ്മൾ ബേസിക്കലി കുറെ സ്റ്റേറ്റ്മെന്റ്സ് കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ജംപ് ടു സബ് റൂട്ടീൻ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ കണ്ടോ?
അത് ഒരു ലേബലിലോട്ട് പോയിന്റ് ചെയ്യുന്നത് കണ്ടല്ലോ, ആ ലേബൽ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന പിന്നെ ഇത് വേറൊരു സബ് റൂട്ടീൻ അല്ലെ. അപ്പം നമുക്ക് ഈ പറയുന്ന പ്രോഗ്രാമിനെ നമുക്ക് പല പല ലോജിക്കൽ ആയിട്ട് ലോജിക്കൽ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വരെ. ഓരോ സബ് റൂട്ടീന്റെയും അതാണോ ഓരോ സെക്ഷൻ? അത് സബ് റൂട്ടീൻസ് വേറെ, പിന്നെ ഇത് ഒരു മെയിൻ പ്രോഗ്രാം ആയിട്ട് പറയാൻ മേലെ ഇവിടം വരെ, ഈ പോർഷൻ വരെ. ഇത് അത് മെയിൻ പ്രോഗ്രാം ആണ്, ഇത് വേറൊരു സെക്ഷൻ അല്ലെ. ഇതൊരു സബ് റൂട്ടീൻ, ഇത് വേറൊരു സെക്ഷൻ അല്ലെ. ഇനി അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഈ റിസർവേർഡ് ഇവിടെ ഒരു റിസർവ് ആയിട്ട് കണ്ടോ. ഇവിടെ കുറെ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ കുറെ സ്പേസ് യൂസ് ചെയ്യല്ലേ. ഇവിടെ 4096 എന്ന് പറയുമ്പോ തന്നെ അത് കുറെ സ്പേസ് റിസർവ് ചെയ്യല്ലേ ഇതിനെ. അപ്പൊ അങ്ങനെ നമുക്ക് അതിനെ ഡേറ്റ ഏരിയാസ് എന്നും പറഞ്ഞുകൊണ്ട് അതിനെ ഓർഗനൈസ് ചെയ്ത് മാറ്റാൻ മേലെ. അങ്ങനെ ഒരു പ്രോഗ്രാമിനെ പല ബ്ലോക്കുകളായിട്ട് ഇങ്ങനെ ലോജിക്കലി ഡിവൈഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പ്രോഗ്രാം ബ്ലോക്സ് എന്ന് പറയുക. ക്രൈറ്റീരിയ ഒന്നുമില്ല, നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന. ലോജിക്കലി നമ്മള് ഡിവൈഡ് ചെയ്യുന്നേ ഉള്ളൂ പ്രോഗ്രാം ബ്ലോക്കിനെ. Program block, it is referred to segments of code that are rearranged within a single object program unit. Clear ആയോ? ഇനി ഈ പറയുന്ന ബ്ലോക്കിനെ നമ്മൾ പ്രോഗ്രാം ബ്ലോക്ക് വെച്ചിട്ട് പറയുമ്പോൾ അസംബ്ലർ ഡയറക്ടറി ഓരോ ബ്ലോക്കിനെയും നമ്മൾ എന്ത് റെഫർ ചെയ്യുന്നു, യൂസ് എന്ന് പറയുന്ന കീവേഡ് വെച്ച് റെഫർ ചെയ്യും. യൂസ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബ്ലോക്കിന്റെ പേര് പറയണം. അങ്ങനെ നമ്മൾ ആ ഡിവൈഡ് ചെയ്യാണ് സോഴ്സ് വലിയ ആ പ്രോഗ്രാമിനെ. ഇവിടെ നമ്മൾ 3 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ഡീഫോൾട്ട് എന്ന് വെച്ചാൽ ആ യൂസ് കഴിഞ്ഞ ഒരു പേരും പറയല. പിന്നെ നമ്മൾ വേറൊരു ബ്ലോക്ക് എന്ന് പറയുന്നത് സി ഡേറ്റ. അപ്പൊ അതിന്റെ നമ്മൾ വിളിക്കുക യൂസ് കഴിഞ്ഞിട്ട് ആ ബ്ലോക്കിന്റെ പേര് പറയുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ആ സെയിം കോഡിനെ നമ്മൾ പ്രോഗ്രാം ബ്ലോക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോ കണ്ടോ ഇത് മൊത്തം കോഡുകള്. ഇവിടെ യൂസ് കണ്ടോ, നമ്മൾ ആ ഡേറ്റ ഏരിയനെ നമുക്കൊരു പോർഷൻ ആയിട്ട് മാറ്റാന്ന് പറഞ്ഞില്ലേ. അതിന് സി ഡേറ്റ എന്ന് പേര് കൊടുത്തു. അപ്പൊ യൂസ് കഴിഞ്ഞ് ഈ ഒരു പേര് കണ്ടാൽ അതർത്ഥം ഒരു ബ്ലോക്ക് ഓഫ് കോഡ് സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു പ്രോഗ്രാം ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യാന്നാണ് അർത്ഥം. അപ്പൊ അതിന് വരുന്ന 2 സ്റ്റേറ്റ്മെന്റ് എഴുതി. ഇനി അടുത്തത് ഇവിടെ ജസ്റ്റ് ഡേറ്റ മാത്രമേ ഉള്ളൂ. ഇനി ബ്ലോക്സ് ഓഫ് ഡേറ്റ ആണെങ്കിൽ എവിടെ കൊടുക്കും, അതാണ് ഈ പോർഷൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വലിയ ഏരിയ അല്ലേ, ഇവിടെ ജസ്റ്റ് ഒരു വേർഡ് അല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ സ്മോളർ ഡേറ്റ, അതാണ് സി ഡേറ്റ എന്ന് ഉദ്ദേശിച്ചത്. അതിനെ സെപ്പറേറ്റ്ലി മാറ്റി നിർത്തി. ഇനി ഇവിടെ ഇത്രയും വലിയ ബ്ലോക്കിനെ നമ്മൾ ബ്ലോക്ക് സി ബ്ലോക്സ് എന്നാക്കി നെയിം ചെയ്തിരിക്കുക. കണ്ടോ? ഇനി ബാക്കിയുള്ളതെല്ലാം ഇനി യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീഫോൾട്ട് ബ്ലോക്ക്, നമ്മുടെ മെയിൻ പ്രോഗ്രാം എന്ന് പറഞ്ഞില്ലേ, അതിനെ ഡീഫോൾട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പം ഈ യൂസ് ഈ ഒരു ഡേറ്റ കണ്ടാൽ ഈ പറയുന്ന ബ്ലോക്കിലെ കോഡുകളായിരിക്കും ഫോളോ ചെയ്യുന്നേ. ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് വന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തതില് യൂസ് എന്ന് മാത്രം കണ്ടോ,
ഇവിടെ പേരുകളൊന്നും കൊടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം ഡീഫോൾട്ട് ബ്ലോക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ യൂസ് കഴിഞ്ഞ് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഡീഫോൾട്ട് ബ്ലോക്കിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും. കണ്ടോ? ഇനി അടുത്തത് ഇവിടെ സ്മോളർ ഡേറ്റാസ് വല്ലതും പറയുന്നുണ്ടെങ്കിൽ അതിലോട്ട് പോവാൻ വേണ്ടി, ഇത് സ്മോളർ ഡേറ്റയില് 1 ബൈറ്റ് അല്ലേ ഉള്ളൂ, അതെല്ലാം സി ഡേറ്റയിൽ. അപ്പം അത് വരുന്നോണ്ട് അതിന് തൊട്ട് മുമ്പായിട്ട് യൂസ് സി ഡേറ്റ എന്ന് പറഞ്ഞ ഈ ബ്ലോക്കിലെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ വരുന്നതെന്ന് പറയാം. പ്രോഗ്രാം ബ്ലോക്കിനെ റെഫർ ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? യൂസ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്ടറി. യൂസ് കഴിഞ്ഞിട്ട് പറയുന്നത് നമ്മുടെ ആ ബ്ലോക്കിന്റെ പേരാണ് പറയുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ആ ബ്ലോക്കിൽ പെടുന്നതെന്നാണ് അതിന്റെ മീനിങ്. ക്ലിയർ ആയോ? ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടുന്നു. ഇങ്ങനെ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ ആക്സസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് പറയാൻ പോകുന്നത്. അപ്പം നമ്മള് ബ്ലോക്ക് നമ്പർ, ഓരോ ബ്ലോക്കിന് നമ്മളിപ്പോ 3 ബ്ലോക്ക് അല്ലേ, അപ്പൊ ഡീഫോൾട്ട് ബ്ലോക്കിന് നമ്മൾ ബ്ലോക്ക് 0 എന്ന് കൊടുക്കുന്നു ബ്ലോക്ക് നമ്പർ. കണ്ടോ? ഈ സി ഡേറ്റയ്ക്ക് ബ്ലോക്ക് നമ്പർ 2. മൂന്നാമത്തെ ബ്ലോക്കിന് ബ്ലോക്ക് നമ്പർ 1, 2, ഇങ്ങനെ 3 ബ്ലോക്കുകളാണ് ഇങ്ങനെ ബ്ലോക്ക് നമ്പർ അസൈൻ ചെയ്യുന്നത്. അപ്പം നമ്മള് ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ നമ്മൾ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പാസ് 1ലും പാസ് 2ലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രോഗ്രാം ബ്ലോക്കിനെ എങ്ങനെ കൈകാര്യം ചെയ്യും. അതിന് നമ്മൾ എത്ര ബ്ലോക്കുകൾ ഉണ്ടോ ആ ബ്ലോക്കുകൾക്കെല്ലാം നമ്മൾ നമ്പർ ചെയ്യുന്നു, ബ്ലോക്ക് നമ്പർ അസൈൻ ചെയ്യും. ഇത് 0, 1, 2 എന്ന് കൊടുക്കുന്നു. ഇനി ഓരോ ബ്ലോക്കിനും നമ്മൾ സെപ്പറേറ്റ് ലൊക്കേഷൻ കൗണ്ടർ ആയിരിക്കും യൂസ് ചെയ്യുക. കേട്ടോ? ഹലോ? ഇനി നമ്മള് ഈ പറയുന്ന ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്ന് നോക്കാം. നമ്മള് ഈ പോർഷൻ അല്ല എന്താ ഡീഫോൾട്ട് ബ്ലോക്കിൽ വരുന്നത്. ഇപ്പൊ 00 തൊട്ട് ഇനി ഈ പറഞ്ഞ 24 വരെ ഇത്രയും ലൈൻസ് എന്തായി ഡീഫോൾട്ട് ബ്ലോക്കിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ? ഇത്രയും വരെ യൂസ് തുടങ്ങുമ്പോ അടുത്ത ബ്ലോക്കായി. അതിന്റെ സ്റ്റാർട്ടിംഗ് മെമ്മറി അഡ്രസ് 00 പക്ഷെ ബ്ലോക്ക് നമ്പർ എത്രയാ? 1. കണ്ടോ? ലൊക്കേഷൻ ബ്ലോക്ക്. കണ്ടോ? ഇനി യൂസ് അടുത്ത സെക്ഷനാ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 00 സ്റ്റാർട്ട് ചെയ്യുന്നു അഡ്രസ്, ലൊക്കേഷൻ കൗണ്ടർ, പക്ഷെ ബ്ലോക്ക് നമ്പർ 2 ആണിത്. വേറെ ബ്ലോക്ക് അല്ലേ? ബ്ലോക്ക് നമ്പർ 2 ആണ് അസൈൻ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ആദ്യം തുടങ്ങുമ്പോ ഇതല്ലേ സ്റ്റാർട്ടിങ് ലൈൻ നമ്പർ 5 ഉണ്ടല്ലേ? സ്റ്റാർട്ടിംഗ് ലൈൻ നമ്പർ അവിടെ ഡീഫോൾട്ട് കേസ് അല്ലേ, അതുകൊണ്ട് വേണ്ട, യൂസ് കൊടുക്കണ്ട. യൂസ് തുടക്കത്തിലില്ല, അത് ഡീഫോൾട്ടിൽ പെടുന്നു. അപ്പം ഇനി അതിലെ ഡീഫോൾട്ടിലുള്ള സ്റ്റേറ്റ്മെന്റ് വരുമ്പോ യൂസ് കൊടുക്കുക. അപ്പൊ മനസ്സിലാവും ഇനി വരുന്നത് ഡീഫോൾട്ടിലെ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാവും. ക്ലിയർ ആയോ? അതല്ല ഇവിടെ പറഞ്ഞത്. ഈ ഒരു കേസ് വന്നില്ലേ? ഈ യൂസ് കഴിഞ്ഞ് ഈ താഴത്തെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഫ്രം 125 തൊട്ട് ടിൽ 180 വരെ ഡീഫോൾട്ടിലെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ? അപ്പം ഇനി യൂസ് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇപ്പം 1000 ഇവിടെ ഇതെല്ലാം
EQ അല്ലേ, അസംബ്ലർ ഡയറക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഇതിന് ലൊക്കേഷൻ കൗണ്ടർ ഒന്നും അസൈൻ ചെയ്യത്തില്ല കേട്ടോ. അത് EQ സ്റ്റാർ എന്ന് കൊടുത്തിട്ടില്ലേ, അപ്പൊ ലൊക്കേഷൻ കൗണ്ടർ അതിൽ ചേഞ്ച് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ 1000 തന്നെ വന്നത് കേട്ടോ. ഇനി യൂസ് വന്നല്ലോ, ഡിഫോൾട്ട് കേസ് അല്ലേ വരണ്ടേ. അപ്പൊ ഇവിടെ മുമ്പത്തെ യൂസിൽ എവിടെ ആയിരുന്നു സ്റ്റോപ്പ് ചെയ്ത്? 0024 അല്ലേ? അപ്പൊ ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻ ആയതുകൊണ്ട് അത് +3 എടുക്കുകയല്ലേ. അപ്പൊ അടുത്ത ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ 27 അല്ലേ? 27 വന്നത് കണ്ടോ. ഈ യൂസിന്റെ അണ്ടറിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ യൂസ് കഴിഞ്ഞ് വരുന്നത്. ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം 0027 അങ്ങനെ ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ മാറുന്ന കണ്ടോ. ഇനി ഇവിടെ വരുമ്പോ നമ്മുടെ സി ഡേറ്റയുടെ കൺട്രോൾ സെക്ഷൻ അല്ലേ വരുന്നേ. പ്രീവിയസ്ലി കൺട്രോൾ സി ഡേറ്റ എവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു? 3-ലല്ലായിരുന്നോ? ഇവിടെ ഇന്റിജർ അല്ലേ, ഒരു ഇന്റിജർ അല്ലേ ഉള്ളു. അപ്പൊ +3 ആഡ് ചെയ്യുമ്പം അടുത്ത സെന്റൻസ് 6 അല്ലേ വരണ്ടേ. കണ്ടോ, ഈ യൂസ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവിന് നമ്മൾ ഈ അഡ്രസ് അസൈൻ ചെയ്യില്ല, സ്റ്റേറ്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും അസൈൻ ചെയ്യുന്നത് കേട്ടോ. യൂസ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് അല്ലേ. അപ്പൊ ഈ 6 എന്ന് പറയുന്നത് ഇതിന് യൂസ് ചെയ്യല്ല, യൂസ് കഴിഞ്ഞ് വരുന്ന ഇൻസ്ട്രക്ഷൻ ആണ് അത് യൂസ് ചെയ്യുക. അതിങ്ങനെ അഡ്രസ് നമ്മൾ ലൊക്കേഷൻ കൗണ്ടർ കൈകാര്യം ചെയ്യുന്ന ഇങ്ങനെയാന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഈ പറയുന്ന ഓരോ സിമ്പിളിനെയും നമുക്ക് അഡ്രസ് അറിയണ്ടേ. ബ്ലോക്ക് നമ്പർ വെച്ച് പറഞ്ഞിരിക്കുന്നതേ ഉള്ളു. അപ്പൊ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ സപ്പോസ് മാക്സ്ലൻ എന്ന് പറയുന്ന സിമ്പിളിന്റെ വാല്യൂ അറിയണം. അപ്പം ലാസ്റ്റ് അപ്പം സ്റ്റാർട്ടിങ് അഡ്രസ് 00 അല്ലേ ഡിഫോൾട്ടിന്റെ. ഇനി അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് തീരുന്നത് എവിടാന്ന് നോക്കാം. യൂസ് ഇവിടെ വന്നു, പിന്നെ ഇവിടെ യൂസ് വന്നു. ഈ സി ഡേറ്റയ്ക്ക് മുമ്പ് എത്രയാ? 63 അല്ലേ? 63 വന്നപ്പോ 63 പറയാതെ ഇവിടെ 65 കൊടുത്തിരിക്കുന്നേ. ഇവിടെ കിടക്കട്ടെ. അപ്പം ഇനി ഇത് സി ഡേറ്റ RSUB എവിടെ തീരുന്നേ? RSUB എന്ന് പറയുന്നത് ഓപ്കോഡ് ആണ്. ഒരു ബൈറ്റ് അല്ലേ ഉള്ളൂ. ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് 1 അല്ലേ? ഓപ്പറൻ ഫീൽഡ് ഇല്ല, എന്നാലും 65. വാല്യൂ 0 സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മള് ഇവിടെ 04A അല്ലേ? 04A കഴിഞ്ഞ്
അടുത്ത യൂസ് വരുമ്പോ 04D ആണ്. ABCD യൂസ് ചെയ്യുന്നുണ്ട്. 63 65 വരാൻ ചാൻസ്. ബ്ലോക്കിലെ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ 65 വരെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് 66 സ്റ്റാർട്ട് ചെയ്യുക, 70 വരെ. നമ്മള് ഈ പറയുന്ന ബ്ലോക്കുകളെ എല്ലാം പലതായിട്ട് ഡിവൈഡ് ചെയ്തില്ലേ? ഹലോ, അത് ഒബ്ജക്ട് പ്രോഗ്രാമില് നമ്മള് ഓരോ ബ്ലോക്കുകളിലെയും സ്റ്റേറ്റ്മെന്റ്സ് ഒരുമിച്ചാക്കിയിടും. കണ്ടോ? പലത് ലോഡ് ചെയ്യുമ്പോ ഇതെല്ലാം കൂടി ഒറ്റ ഇതായിട്ടായിരിക്കും, ഓരോ ബ്ലോക്കിലെയും സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടായിരിക്കും ലോഡ് ചെയ്യുക. ഇവിടെ ഈ ഡീഫോൾട്ട് ഇവിടെ സ്റ്റോർ ചെയ്തു. ഈ ഡേറ്റ പാർട്ട്, ഇത് ഡേറ്റയാണ്, ഇവിടെ റിസർവ് ചെയ്യുന്നതേ ഉള്ളൂ അല്ലെ? ഈ പറയുന്ന പോർഷൻ ആദ്യത്തെ സി ഡേറ്റ ഇവിടെ റിസർവ് ചെയ്യുന്നേ ഉള്ളൂ. അത് ഒബ്ജക്ട് കോഡ് ആയിട്ട് കൺവേർട്ട് ആവുന്നില്ലല്ലോ ഈ പോർഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇത് ഇനി പറയുന്നത് അടുത്ത ബ്ലോക്ക് ആണ്, ബ്ലോക്ക് ഓഫ് ഡേറ്റ ആണ്. സി ബ്ലോക്സ് അല്ലേ ഇത്? ബ്ലോക്ക് 1 പൗട്ട് അല്ലേ ഇത്? അതെ, ബ്ലോക്ക് സി ബ്ലോക്സ് അല്ലേ? ഹലോ, ഇടയ്ക്കൊന്ന് ഇതാണെന്ന് സ്റ്റക്ക് ആണോ? അതായത് മൗസ് ഒന്ന് കഴ്സറൊക്കെ സ്റ്റക്ക് ആണ്. സി ബ്ലോക്സ് അതിനെ നമ്മൾ സി ബ്ലോക്സ് കണ്ടോ? ഇതാണ് ഇത്. അത് റിസർവ് ചെയ്യുന്നോണ്ട് അതൊന്നും ഒബ്ജക്ട് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. ഇനി ഡീഫോൾട്ട് 2 ആണ്. ഡീഫോൾട്ട് 2 എന്ന് പറയുന്നത് ഈ ബ്ലോക്ക് കഴിഞ്ഞാല് നമ്മുടെ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് അല്ലേ വരുന്നേ, യൂസ്. അത് ഈ സി ഡേറ്റയ്ക്ക് മുമ്പാണ്. അപ്പം ഈ പോർഷനാണ് ഈ ഡീഫോൾട്ട് ഉദ്ദേശിക്കുന്നത്. സോഴ്സ് പ്രോഗ്രാമിനെ നമ്മൾ അങ്ങനെ ആക്കി മാറ്റിയതാണ്. ഇനി ആ ഡീഫോൾട്ട് കഴിഞ്ഞിട്ടുള്ള പോർഷനില് ഇത് കണ്ടോ, സി ഡേറ്റ അല്ലേ? അത് നമ്മള് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോർഷൻ അല്ലേ? അത് ഒബ്ജക്ട് കോഡിലോട്ട് വരും. ഒബ്ജക്ട് പ്രോഗ്രാമിൽ വരുന്ന പോർഷൻ ആണ് ഞാൻ പറഞ്ഞത്. കണ്ടോ?
ഒരു ചെറിയ ഡേറ്റയല്ല, അതിനെയാണ് സി ഡേറ്റ എന്ന് പറയുന്നത്, ഒരു ബൈറ്റ് അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ആ ഡേറ്റ കഴിഞ്ഞാല് ഇത് നമ്മൾ കഴിഞ്ഞു. ഇനി വരുന്നത് യൂസ് അല്ലേ. ഡിഫോൾട്ട് ബ്ലോക്ക്ലെസ് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോർഷൻ അല്ലേ. ബിഫോർ LTORG യൂസ് സി ഡേറ്റയ്ക്ക് മുമ്പുള്ള പോർഷൻ. അപ്പം അതെന്ത് ചെയ്തു, അതാണ് ഡിഫോൾട്ട് 3 എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ യൂസ് ഡേറ്റയുടെ അവിടെ LTOR ലിറ്ററൽസ് അല്ലേ, അതെല്ലാം കോൺസ്റ്റന്റ്സ് അല്ലേ, അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട പോർഷൻ അല്ലേ. അത് നമ്മുടെ ഇവിടെ ഈ പോർഷനിൽ വരുന്നു. അപ്പൊ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട പോർഷൻസ് മാത്രം നമ്മുടെ ഒബ്ജക്ട് പ്രോഗ്രാമിൽ വരുന്നു. ഇനി അത് മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുമ്പം ഓരോ ബ്ലോക്കിലെ സാധനങ്ങൾ പലയിടത്തായിട്ട് കിടക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ച് ഒരിടത്ത് ലോഡ് ചെയ്യുന്നു. ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഒരിടത്താക്കുന്നു, സി ഡേറ്റ എല്ലാം ഒരിടത്താക്കുന്നു, സി ബ്ലോക്കിലെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഒരിടത്താക്കും. ഇങ്ങനെ ആയിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പം ഈ പറയുന്ന റിലേറ്റീവ് അഡ്രസ് 0 തൊട്ട് 66 വരെ ആദ്യത്തെ ബ്ലോക്ക് ഡിഫോൾട്ട് ബ്ലോക്ക്, 66 തൊട്ട് 71 വരെ എവിടെ പോവും, സി ഡേറ്റയിൽ പോവും. 71 തൊട്ട് ഇത്രയും വരെയുള്ള അഡ്രസ്സിൽ ഈ മൂന്നാമത്തെ ബ്ലോക്ക് പോവും. ക്ലിയർ ആയോ? അതിനെ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ആ ഒബ്ജക്ട് കോഡ് ഇവിടെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഡിഫോൾട്ടിലുള്ളതെല്ലാം കൂടി ഒരുമിച്ച് ഒരു ടെക്സ്റ്റ് റെക്കോർഡിലോട്ട് എടുത്തു വെക്കുന്നു. ഡിഫോൾട്ട് 2-ലുള്ളത് വേറെ ടെക്സ്റ്റ് റെക്കോർഡിലോട്ട് എടുത്തെഴുതുന്നു. കണ്ടോ? ഓരോ ബ്ലോക്കിലെയും സ്റ്റേറ്റ്മെന്റ്സ് ടെക്സ്റ്റ് റെക്കോർഡിലോട്ട് എഴുതുന്നു. അത് സ്ഥലം അനുസരിച്ച് സ്ഥലം ഒരു ടെക്സ്റ്റ് റെക്കോർഡിലെ കോഡ് തീർന്നെങ്കിൽ അടുത്ത ടെക്സ്റ്റ് റെക്കോർഡിലോട്ട് ബാക്കി വരും. എഴുതിയിരിക്കുന്നത് കണ്ടോ? അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് വിഷ്വലൈസേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കേട്ടെ? അപ്പൊ നമ്മള് പ്രോഗ്രാമിനെ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലാർജർ ബ്ലോക്ക് എപ്പോഴും നമ്മൾ ഒബ്ജക്ട് പ്രോഗ്രാമിന്റെ അറ്റത്തോട്ട് ചേർത്തിടും. അപ്പം അങ്ങനെ ചേർക്കുമ്പോൾ ഈ എക്സ്റ്റെൻഡഡ് ഫോർമാറ്റ്, ബേസ് രജിസ്റ്റർ ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ എവിടെ ചേർക്കും, ലാസ്റ്റത്തെ ഈ വലിയ ബ്ലോക്കിലോട്ട് ഉൾപ്പെടുത്തും. അങ്ങനെ മൂവ് ചെയ്യുന്നോണ്ട് മോഡിഫിക്കേഷൻ റെക്കോർഡ്സ് ഒത്തിരി വേണ്ട. അങ്ങനെ പ്രോഗ്രാം റീഡബിലിറ്റി കൂട്ടാം. ഈ പറയുന്ന റിലേറ്റീവ് അഡ്രസ്സിൽ വെച്ച് നമ്മൾ പറയുമ്പോ എങ്ങനെയാണ് അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ LDA ലെങ്ത്, മാക്സ് ലെങ്ത്തിന്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും വിത്ത് ബ്ലോക്ക് നമ്പർ. മാക്സ് ലെങ്ത് ഇവിടാണ് ഇരിക്കുന്നത്. അത് ബ്ലോക്ക് നമ്പർ 2-ലാണ്. ബ്ലോക്ക് നമ്പർ 2-ല് 0071 ആണ് അഡ്രസ്. ചെയ്യാൻ പിന്നെ പറഞ്ഞുതരാം. അതിൻ്റെ അകത്ത് ലൈൻസ് മാക്സിമം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രാം ബ്ലോക്ക് ക്ലിയർ അല്ലേ? ഇതെന്തിനാ ചെയ്തെന്നുള്ളത് മനസ്സിലായില്ല. ഈ അഡ്രസ് കാൽക്കുലേഷൻ ഒന്നും ഒത്തിരി ഒന്നും പഠിക്കില്ല കേട്ടോ. ഇത്ര അറിഞ്ഞിരുന്നാ മതി. ഇത്ര അറിഞ്ഞിരുന്നാ മതി. അതായത് നിങ്ങൾ ഇങ്ങനെ പല ബ്ലോക്കുകളായിട്ട് ലോജിക്കലി അറേഞ്ച് ചെയ്യും. അതിന് യൂസ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്ടറി യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ സോഴ്സ് പ്രോഗ്രാമിനെ
ഈ ഒരു മോഡലിലോട്ട് ആക്കുകയാണ് ഒബ്ജക്ട് പ്രോഗ്രാമിൽ ഇങ്ങനെ കൺവേർട്ട് ചെയ്താൽ പ്രോഗ് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ റിലേറ്റീവ് ആയിട്ട് അടുത്ത സെക്ഷൻ ആണ് കൺട്രോൾ സെക്ഷൻ. കൺട്രോൾ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സബ് റൂട്ടീൻസ് ആക്കി മാറ്റുക. ഇടയ്ക്കൊന്ന് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. അത് സ്ലൈഡ് മാറാനൊക്കെ ചെറിയൊരു ഡിലേ വരുന്നുണ്ട്. അവിടുത്തെയാണോ എന്റെ ശരത്തെ? ഹലോ ശരത്തെ, ഇപ്പൊ ഓക്കെ ആണ്? ഇപ്പൊ ഓക്കെയാണ്. ഇനി അടുത്തത് കൺട്രോൾ സെക്ഷൻ. കൺട്രോൾ സെക്ഷൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമുക്ക് ഇപ്പൊ സിയിലാണെങ്കിൽ നിങ്ങൾ ഫങ്ഷൻസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? അതിൻ്റെ അകത്ത് മെയിൻ പ്രോഗ്രാമിൽ നമ്മൾ ആവശ്യമുള്ള എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ കൺട്രോൾ ഈ നേരെ ആ ഫങ്ഷന്റെ ഡെഫിനിഷനിലോട്ട് പോവും. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരികയല്ലേ ഇതിനെ. ഇനി ഈ പറയുന്ന നമ്മൾ കോൾ ചെയ്യുന്ന ഫങ്ഷൻ തന്നെ വേറെ പല പ്രോഗ്രാമും യൂസ് ചെയ്യൂലോ. അപ്പൊ അതിനെല്ലാം നമ്മൾ ഇവിടെ കൺട്രോൾ സെക്ഷൻ എന്നാണ് വിളിക്കുക. ഇതുപോലെ പല പല ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഓരോ കൺട്രോൾ സെക്ഷൻ പറഞ്ഞ് അതിന് ആവശ്യമുള്ളപ്പോൾ ലോഡ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. കൺട്രോൾ സെക്ഷനെ സി സെക്ട് എന്നാണ് നമ്മൾ പറയുക. നമ്മളിവിടെ വേണ്ട ഫങ്ഷൻസിനെ നമ്മുടെ മെയിൻ പ്രോഗ്രാമിനെ കോപ്പി എന്ന് പറയുകയാണെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന രണ്ട് സബ് റുട്ടീൻസിനെ നമ്മൾ കൺട്രോൾ സെക്ഷൻ എന്നാണ് പറയുക. ആ സബ് റുട്ടീനെ അവരെ ആ കൺട്രോൾ സെക്ഷനെ പറയാൻ വേണ്ടി സി സെക്ട് എന്ന് പറയുന്ന കീവേഡ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ അതിവിടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്തിരിക്കുന്ന കാണാം. ഇത് കണ്ടോ? ഹലോ, അപ്പൊ അത് RDREC ആയിരുന്നല്ലോ സബ് റൂട്ടീന്റെ പേര്. സബ് റൂട്ടീന്റെ പേര് കഴിഞ്ഞിട്ട് ഇവിടെ സി സെക്ട് എന്ന് പറയും. ക്ലിയർ ആയോ? ഇനി ഇവിടെ XDREF എന്ന് പറഞ്ഞോണ്ടൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടോ? ഒരു വേർഡ്. അതിനെ എക്സ്റ്റേണൽ റെഫറൻസസ് എന്ന് പറയും. EXTREF എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ റെഫറൻസ് ഈ പറയുന്ന ബഫർ ലെങ്ത് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞ ബഫർ ലെങ്ത് ബഫറിന്റെ അതല്ല ഈ പറയുന്ന കൺട്രോൾ സെക്ഷനിൽ യൂസ് ചെയ്യുന്നില്ലേ? ഇവിടെ ഒരു EXTREF എന്ന് കണ്ടോ? അതിനടുത്തായിട്ട് കുറച്ച് ലേബൽസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് കണ്ടോ? കോമ ഇട്ട് ആ സിമ്പിൾസ് ഈ പറയുന്ന ഈ ലൈൻ ഓഫ് കോഡിലൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടോ? വരച്ചെടുത്ത്. ഇനി ഈ പറയുന്ന ലേബൽ അവിടെ കിടക്കട്ടെ. ഈ പറയുന്ന ലേബലിന്റെ ഡെഫിനിഷൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഈ സെക്ഷന്റെ അകത്ത് ഇല്ല. പക്ഷെ ഈ പറയുന്ന സിമ്പിൾസ് ഇവിടെ ഡിഫൈൻഡ് അല്ലേ? എന്ന് വെച്ചാ ഇത് പുറത്തുനിന്നുള്ള ഒരു ലേബൽസ് അല്ലേ ഇവിടെ അകത്ത് യൂസ് ചെയ്യുന്നേ. അതുകൊണ്ടാണ് എക്സ്റ്റേണലി ഒരു കൺട്രോൾ സെക്ഷന്റെ അകത്ത് അവര്
പുറത്തുനിന്നുള്ള ഏതേലും ഒരു വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലേബിൾസ് ഏതൊക്കെയാന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അസംബ്ലർ ഡയറക്റ്റീവ് ആണ് extref. ക്ലിയർ ആയോ? അത് യൂസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കത് xtdf എന്ന് പറയുന്ന ഒരു അസംബ്ലർ ഡയറക്റ്റീവ് കണ്ടോ? അത് കഴിഞ്ഞിട്ട് കുറെ ലേബലുകൾ കണ്ടോ? അത് ആ ലേബലുകളെല്ലാം ഇതിന്റെ അകത്ത് ഡിഫൈൻഡ് അല്ലേ? അപ്പം എക്സ്റ്റേണൽ ആയിട്ട് പുറത്തുള്ള ഈ ലേബലിന്റെ ഈ പ്രോഗ്രാമിന് വെളിയിലുള്ള എവിടെയോ കൺട്രോൾ സെക്ഷനിൽ ഈ ലേബിൾസ് എക്സ്റ്റേണലി യൂസ് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഡെഫിനിഷൻ ഇവിടെ ഉണ്ട് എന്നുള്ള മീനിങ് ആണ് ഇത്. externally used definition here. Defined ആയിട്ടുള്ള ഏതൊക്കെ ലേബൽസ് ആണ് ഉള്ളത് ഈ കോപ്പി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ. മനസ്സിലായോ? ഡെഫിനിഷൻ ജസ്റ്റ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട്. ബഫറിന്റെ ലെങ്ത് ഇതിന്റെ ഡെഫിനിഷൻ ഇവിടെ ഉണ്ടല്ലോ. അത് എക്സ്റ്റേണലി ഈ പറയുന്ന RDRAC എന്ന് പറയുന്ന കൺട്രോൾ സെക്ഷനിൽ യൂസ് ചെയ്യുന്നില്ലേ? അതേ ഉള്ളൂ. എക്സ്റ്റേണലി യൂസ്ഡ് ഡെഫിനിഷൻ ഹിയർ. അപ്പൊ എക്സ്റ്റേണൽ അതാണ് ഇവിടെ പറയുന്നത്. അസംബ്ലർ ഡയറക്റ്റീവ്സ് extdf ഫോർ എക്സ്റ്റേണൽ സിമ്പിൾസ്. അതിന്റെ ഡെഫിനിഷൻ ഇവിടെ ഉണ്ടെങ്കിൽ ഏതൊക്കെ ലേബിൾസിന്റെ ഡെഫിനിഷൻ ആണ് അവിടെ ഉള്ളത്, എക്സ്റ്റേണൽ സിമ്പിൾസ് ഏതൊക്കെ ഇവിടെ റെഫർ ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ext എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സിമ്പിൾസ്. ക്ലിയർ ആയോ? ഓരോ കൺട്രോൾ സെക്ഷന്റെ അവിടെ ഇതുപോലുള്ള അസംബ്ലർ ഡയറക്റ്റീവ്സും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ആവശ്യം അനുസരിച്ച്. ഇനി ഇവിടെ ഒരു സബ് റൂട്ടീൻ കണ്ടോ? ഇവിടെ ഡെഫിനിഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എക്സ്റ്റേണൽ ഡെഫിനിഷൻ എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്തില്ല. പക്ഷെ എക്സ്റ്റേണൽ സിമ്പിൾസ് റെഫർ ചെയ്യുന്നതുകൊണ്ട് ആ റെഫർ ചെയ്യുന്ന സിമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത് കോമ ഇട്ട് ഇവിടെ മെൻഷൻ ചെയ്യും. മനസ്സിലായോ? WREC എന്ന് പറയുന്നത് ഒരു സബ് റൂട്ടീൻ ആണ്. അതിനെ നമ്മൾ CSECT എന്ന് വിളിക്കുന്നു. അത് എന്ന് വെച്ചാൽ അതൊരു കൺട്രോൾ സെക്ഷൻ ആണ്. ഈ കൺട്രോൾ സെക്ഷന്റെ അകത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറച്ച് സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഡെഫിനിഷൻ ഇവിടെ അല്ല, അത് വേറെ എവിടെയോ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഏതൊക്കെ എക്സ്റ്റേണൽ സിമ്പിൾസ് ഇവിടെ റെഫർ ചെയ്യുന്നുണ്ട്. extref കഴിഞ്ഞിട്ട് പറയുന്നത് ലെങ്തും ബഫർ എന്ന് പറയുന്ന ഈ രണ്ട് സിമ്പിൾസും എക്സ്റ്റേണൽ സിമ്പിൾസ് ആണ്. അത് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എവിടെ? ഇവിടെ യൂസ് ചെയ്യുന്ന കണ്ടോ? ബഫർ ഇവിടെ യൂസ് ചെയ്യുന്ന കണ്ടോ? ഡെഫിനിഷൻ ഇതിന്റെ അകത്തില്ല, കാരണം ഇത് എക്സ്റ്റേണൽ സിമ്പിൾസ് ആണ്. പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഡെഫിനിഷൻ വരുന്നത് ഇവിടാണ് കേട്ടോ. അത്ര ഇത്രയും പറയുന്നുണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഈ പറയുന്ന എക്സ്റ്റേണൽ റെഫറൻസും എക്സ്റ്റേണൽ ഡെഫിനിഷനും ഒക്കെ പ്രോഗ്രാമിൽ കണ്ട്. അപ്പൊ ആ പറയുന്ന ഈ പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒബ്ജക്ട് പ്രോഗ്രാമിൽ ഡിഫൈനും റെഫർ റെക്കോർഡ് എന്നും പറഞ്ഞ് രണ്ട് റെക്കോർഡ്സ് യൂസ് ചെയ്യും. ഡിഫൈൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സിമ്പിൾസ് ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡി എന്ന് പറയുന്ന റെക്കോർഡ് എഴുതിയിട്ട് ഏതൊക്കെ സിമ്പിൾസിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ ഉള്ളതെന്ന് മെൻഷൻ ചെയ്യും. ഇതുപോലെ പറയും. ഇത് കണ്ടോ? ഡി ബഫർ, അതിന്റെ വാല്യൂ എത്രയാ,
ഓക്കെ. കോപ്പി എന്ന് പറയുന്ന പ്രോഗ്രാമിലല്ലേ, അപ്പൊ കോപ്പിയിൽ നോക്കിക്കോണം, ബഫർ അല്ലേ, അതിന്റെ വാല്യൂ എത്രയാ, ഇതല്ലേ. അതെ 0033. അടുത്ത ഡിഫൈൻഡ് ആയിട്ടുള്ള സിമ്പിള് ബഫന്റ്, അതിന്റെ വാല്യൂ എത്രയാ, 1033 അല്ലേ. അതെ. ഇനി അടുത്ത ഡിഫൈൻഡ് ആയിട്ടുള്ള സിമ്പിൾ ഏതാ, ലെങ്ത് അല്ലേ, അതിന്റെ വാല്യൂ എത്രയാ, 002D അല്ലേ. അതെ. അപ്പം നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇത് പറയുമ്പം ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്ട് പ്രോഗ്രാമിൽ നമ്മൾ റെക്കോർഡായിട്ട് എഴുതും, അതിനെയാണ് ഡിഫൈൻഡ് റെക്കോർഡ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ, ഡി ബഫർ അതിന്റെ ഡെഫിനിഷൻ, അടുത്ത സിമ്പല് അതിന്റെ ഡെഫിനിഷൻ ആയോ. ഓക്കെ. 002D ലാസ്റ്റത്തെ ലെങ്ത്. അതിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ എഴുതിയത്. കോളമില് ഡി എന്ന് എഴുതും. ഇനി ആദ്യം ഏതൊക്കെ എക്സ്റ്റേണൽ സിമ്പല് അതിന്റെ അഡ്രസ്, അടുത്ത ഏത് എക്സ്റ്റേണൽ സിമ്പല് അതിന്റെ റിലേറ്റീവ് അഡ്രസ്, അങ്ങനെയാണ് എഴുതുക ഡിഫൈൻഡ് റെക്കോർഡിൽ. ഇനി അത് എക്സ്റ്റേണൽ ഡെഫിനിഷൻ എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്ടറി. ഇവിടെ എക്സ്റ്റേണൽ റെഫറൻസ് ഇല്ലേ, അതിൽ ഏതൊക്കെ സിമ്പിൾസ് ആണ് എക്സ്റ്റേണലി ഡിഫൈൻഡ് ആയിട്ടുള്ള, അതിന് കറസ്പോണ്ടിങ് ഏതൊക്കെയാണെന്നുള്ള റെഫർ ചെയ്യുന്നതെന്നുള്ളതിനാണ് റെഫർ റെക്കോർഡ്. അപ്പൊ ആർ എന്ന് പറയുന്ന വേരിയബിൾ കഴിഞ്ഞ ഏതൊക്കെ എക്സ്റ്റേണൽ സിമ്പിൾസ് ആണ് ഇവരെ റെഫർ ചെയ്യുന്നത്, പേരുകൾ മാത്രം മെൻഷൻ ചെയ്യും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, RDRAC WRRAC കണ്ടോ. ഇനി പ്രോഗ്രാം ലിങ്കിങ്ങിന് ആവശ്യം വരുന്നതാണ് ഈ മോഡിഫിക്കേഷൻ റെക്കോർഡ്. മോഡിഫിക്കേഷൻ റെക്കോർഡില് ഇവിടെ JSUB അല്ലേ, നമ്മൾ ആ പ്രോഗ്രാം റീലൊക്കേഷന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, മോഡിഫിക്കേഷൻ റെക്കോർഡ് വേണം, പ്ലസ് ചെയ്യണം എന്നൊക്കെ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇത് ഹലോ ഇവിടെ ഉണ്ട് പറഞ്ഞത്. ഇല്ല ഈ ഒരു പോർഷൻ പറഞ്ഞ ഓർമ്മയുണ്ടോ, മോഡിഫിക്കേഷൻ റെക്കോർഡ്. അതാ സാലിഹായിരുന്നു എന്തായാലും മറുപടി. മോഡിഫിക്കേഷൻ അത് ആ സാധനാണ് ഉദ്ദേശിച്ചത്. മോഡിഫിക്കേഷൻ റെക്കോർഡില് നമുക്ക് ഈ പറയുന്ന കോപ്പി പ്രോഗ്രാമില് ഇവിടെ അല്ലേ സബ് റൂട്ടീൻ ആക്സസ് ചെയ്യുന്നേ അല്ലേ. ഹലോ, 003യിലാണ് ഓപ്കോഡ് വരുന്നത് അല്ലേ. ഓപ്കോഡ് 8 ബിറ്റ് അല്ലേ, അപ്പൊ അതിനൊരു ലൊക്കേഷൻ എടുക്കും. അടുത്ത 004ലായിരിക്കില്ലേ RDRAC സ്റ്റോർ ചെയ്യാ, സ്റ്റാർട്ടിങ് ലൊക്കേഷൻ, ഈ വാല്യൂ സ്റ്റോർ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ RDRACയുടെ അഡ്രസ് ആഡ് ചെയ്ത് കൊടുത്താലേ അവിടെ കിട്ടുള്ളൂ പോണെന്നുണ്ടെങ്കിൽ. അതാണ് ഈ കൊടുത്തിരിക്കുന്നത് M004 പ്ലസ് RDRAC. ക്ലിയർ ആയോ? ഹലോ, അവിടെ M. ഇനി ഈ പറയുന്ന സ്റ്റാർട്ടിങ് അഡ്രസ് 4 കിട്ടിയത് മനസ്സിലായല്ലോ. ഇനി അവിടോട്ടല്ലേ RDRAC വരുന്നത്, അതിലോട്ട് ഈ അഡ്രസ് ആഡ് ചെയ്താലേ അങ്ങോട്ട് ജമ്പ് ചെയ്യുള്ളൂ. അതാണ് ഉദ്ദേശിച്ചത് അവിടെ. ഇനി 05 എന്ന് പറഞ്ഞാല് ഇത്രേ ഉള്ളൂ,
നമ്മുടെ ലെങ്ത് ഓഫ് ദ ഫീൽഡ് എത്രയാണോ മോഡിഫൈ ചെയ്യേണ്ടത് ഇവിടെ അതിന്റെ ഹാഫ് ബൈറ്റ്സ് പറയാം. ലെങ്ത് ഓഫ് ദി ഫീൽഡ് എന്ന് പറയുന്നത് 2 ലൊക്കേഷൻ അല്ലേ, 2 ബൈറ്റ് അല്ലേ, അതിന്റെ ഹാഫ് എന്നുള്ള മട്ടില്ല, ഹാഫ് ബൈറ്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, 0.5 എന്നുള്ളത്. ഇനി അവിടെ തന്നെ വേറൊരു ലൈൻ നമ്പറില് വേറൊരു സബ് റൂട്ടീൻ വിളിക്കുന്നുണ്ട്. ഇവിടെ വിളിക്കുന്നില്ലേ, അപ്പൊ അത് 0011 ഇത് ആഡ് ചെയ്ത് കൊടുക്കുക, WREC. അതാണ് ഇത്. കേട്ടോ, കണ്ടോ? ഹലോ, ഇനി അതുപോലെ ഇവിടെ എവിടെ വരും? 0024 വരും. കാരണം 23 ആണ്, 1 ആഡ് ചെയ്തത്. 23 ആ ഓപ്പ് കോഡ് സ്റ്റോർ ചെയ്യാണ്. കണ്ടോ? അങ്ങനെയാണ്. മറ്റേ സബ് റൂട്ടീനില് RBREC എന്ന് പറയുന്ന സബ് റൂട്ടീനിൽ എന്നാ വരുന്നോന്ന് നോക്കാം. ഇവിടെ ഇങ്ങനെ റെഫർ ചെയ്യുന്ന സിമ്പിൾ ഇത് അല്ലേ, അപ്പൊ ബഫർ എന്ന് പറയുന്ന ആക്സസ് ചെയ്യുന്ന ഇവിടെ അല്ലേ, അപ്പം 0017 ഇവിടെ എടുക്കുന്ന സ്പേസ് എത്രയാ? പ്ലസ് അല്ലേ, 4 അല്ലേ? 0017 പ്ലസ് എത്ര അടുത്ത അഡ്രസ്സിലോട്ട് പോകുന്നു? ഹെക്സ് കാൽക്കുലേറ്റർ എടുക്കുമ്പം ഈ പറയുന്ന പോർഷനില് 0018 ഇത് വരുന്നത്. ബഫർ വരുന്നേ. ആ ബഫർ വരുമ്പം ബഫർ ആഡ് ചെയ്യാണ് കൊടുക്കുന്നത്. കണ്ടോ? 18 ബഫർ ആഡ് ചെയ്യാണ്. കണ്ടോ? അതുപോലെ വേറെ എവിടാ വരുന്നേ? ഇവിടെ ഉണ്ട് അല്ലേ, ലെങ്ത് എക്സ്റ്റേണൽ സിമ്പിൾ അല്ലേ, അപ്പം ഇവിടെ 021 അല്ലേ ഇവിടെ. അപ്പം ഇവിടെ 21 ആഡ് ചെയ്തു ലെങ്ത്. ഇനി ഇവിടെ ബഫെൻഡില് ഇവിടെ അല്ലേ യൂസ് ചെയ്യുന്നേ, അവിടെ ബഫറും ഉണ്ട് ബഫെൻഡും ഉണ്ട് അല്ലേ. അപ്പൊ ബഫറില് പ്ലസ് ബഫർ അല്ലേ ചെയ്യാ? പ്ലസ് ചെയ്യണം. അത് കഴിഞ്ഞ് സബ്ട്രാക്ട് ചെയ്യുകയും വേണം ബഫർ അല്ലേ. അത് 28 വരുന്നുള്ളൂ, 28 വരുന്നത്. അപ്പൊ 28 നമ്മൾ ചെയ്യേണ്ടത്. കണ്ടോ? 28 ബഫർ ആഡ് ചെയ്യുന്നു, ബഫർ സബ്ട്രാക്ട് ചെയ്യുന്നു, അവിടെ തന്നെ ബഫറിന്റെ ആഡ് ചെയ്യുന്നു. ക്ലിയർ ആയ? ഫോർമുല അപ്ലൈ ചെയ്തേ ഉള്ളൂ. അതൊരു വാല്യൂ അല്ലേ, സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ അല്ലേ. വാല്യൂ കിട്ടണമെങ്കിൽ അതിലോട്ട് ആഡ് ചെയ്യണ്ട ലൊക്കേഷൻ, വേർഡ് അല്ലേ. ഇപ്പൊ 28 വരത്തുള്ളൂ. ക്ലിയർ ആയോ? സബ്ട്രാക്ട് ചെയ്ത് ഇവിടെ ബഫൻഡ് മൈനസ് ബഫർ അല്ലേ, ഇത് വേർഡ് അല്ലേ. ഓപ്പ് കോഡ് സ്റ്റോർ ചെയ്യാനൊന്നും ഇല്ല. 28 തന്നെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണ്ടേ ബഫന്റെ. അപ്പൊ അടുത്തത് ഈ ഫോർമുലയില് ആ പൊസിഷനിൽ തന്നെ സബ്ട്രാക്ട് ചെയ്യും വേണ്ട
ബഫർ ഓക്കെ അതാണ് അവിടെ പറഞ്ഞത്. മോഡിഫൈ ചെയ്യുന്ന ആ വേരിയബിൾ ഫോർമുല അങ്ങോട്ട് അപ്ലൈ ചെയ്തേ ഉള്ളൂ. ആ പൊസിഷനിലോട്ട് തന്നെ ബഫന്റ് ആഡ് ചെയ്യുക, മറ്റേത് സബ്ട്രാക്ട് ചെയ്യുക. അത്രോ ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ആ ഒരു 5 6 ഒക്കെ ഏതാ അവിടെ ഒരു ഫയൽ എടുത്ത് വെച്ചാൽ ഡിഫൈൻ റെക്കോർഡ് ഇതാണോ? ഇതല്ല, ഇത് തൊട്ടുള്ളത് അല്ല, അതിന്റെ താഴത്ത് ഒരു 04 ഇത് എടുത്താലും മതി. അപ്പൊ ആ ഒരു ഇപ്പം ലാസ്റ്റൊക്കെ ആണെങ്കിൽ 5 വരുന്ന എന്തായിരുന്നു 5 6 ഒക്കെ കൊടുത്തില്ലേ അത് നടുക്കായിട്ട്? അത് എന്തായിരുന്നു ഇതല്ലേ? 6 എന്ന് പറഞ്ഞത് ഇതിന്റെ അകത്തെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന്റെ ഇതാണ്. എന്ന് വെച്ചാ ഈ എമ്മിന്റെ ഇവിടെ കണ്ടോ, ലെങ്ത് ഓഫ് ദ ഫീൽഡ് ടു ബി മോഡിഫൈഡ്, അതിന്റെ ഹാഫ് ബൈറ്റ്സ് എടുക്കുക. ലെങ്ത് ഓഫ് ദ ഫീൽഡ് എന്ന് പറയുമ്പോ എത്രയാണ് അത്? ഇതാണ് മോഡിഫൈ ചെയ്യണ്ടേ. ഈ കോളം 2 to 7 എന്ന് പറയുന്ന പോർഷൻ ആണല്ലോ മോഡിഫൈ ചെയ്യണ്ടേ. അതിന്റെ എത്രയാണ് ലെങ്ത് എന്ന് നോക്കണം. അപ്പൊ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 0028 അല്ലേ? മറ്റൊരുത്തെല്ലാം 05 ആയിരുന്നു വന്നത്. കറക്റ്റ് ആയിട്ട് അടുത്ത പ്രാവശ്യം പറഞ്ഞുതരാം കേട്ടോ. ഹലോ, കറക്റ്റ് ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്. ബാക്കിയെല്ലാം ക്ലിയർ ആണല്ലോ? ബാക്കിയെല്ലാം ക്ലിയർ ആയി. കുറച്ച് സ്ലോയില് വരുന്നത്, അങ്ങോട്ട് വരുന്നത് എനിക്ക് ചെറിയൊരു ഡിലേ. നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ഫീൽഡ് ടു ബി മോഡിഫൈഡ് ആണ്. ലെങ്ത് ഓഫ് ദി ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 28 ആണ്. 1 2 3 4 5 6 ഇവിടെ 1 2 പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇതുകൊണ്ട് നിർത്തുകയാണേ. ഇന്നത്തേക്ക് ഇത്ര മതി. അടുത്തത് പുതിയൊരു ടോപ്പിക്ക്. അപ്പൊ മെഷീൻ ഇൻഡിപെൻഡന്റ് ഫീച്ചേഴ്സ് ഇത്രയും കൊണ്ട് നിൽക്കുകയാണേ. Okay, sir. Thank you.